ഇത് കൈത്തറിയുടെ തന്നെ ഖാദി കോട്ടൻ്റെ തന്നെ വേറൊരു മെറ്റീരിയൽ ചുരിദാറാണ്. ഇത് വൈറ്റും ബ്ലൂവും കൂടി ചേർന്ന് വന്ന ഒരു കളറാണ്. കണ്ടോ, ഇതിൻ്റെ ഈ ഭാഗം, അതായത് കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഒരു 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 ലേസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലേസ് ഇങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ ലേസ് കണ്ടോ, ഇതിങ്ങനെ ചതുരത്തിൽ ഈ ലേസ് ഇങ്ങനെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ലേസ് ഈ അറ്റം വരെ ഇങ്ങനെ ചതുരത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഖാദി കോട്ടൺ ചുരിദാർ ഇതിൽ ലൈനിങ് ഇട്ടിട്ടില്ല. കണ്ടോ, ഇത് വളരെ ഇടാൻ നല്ല സുഖമാണ്, ലൈനിങ് ഇല്ലാത്ത കാരണം. വളരെ നല്ല മെറ്റീരിയൽ, സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ ഒരു മാല സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വള ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു മോഡൽ ടൈപ്പുള്ളൊരു വളയാണത്. അങ്ങനെ ഒരു വള സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു വാച്ചും സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു വാച്ചും ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഖാദി മെറ്റീരിയലിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. ചൂടുകാലത്ത് ഏറ്റവും നല്ല ഒരു മെറ്റീരിയലാണ് ഈ ഖാദി കോട്ടൺ. നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് കഴുകി പശ മുക്കി തേച്ച് ഉപയോഗിക്കാം. നല്ല പെർഫെക്റ്റായിട്ട് എത്ര കാലം വരെ നമുക്ക് ഉപയോഗിക്കാൻ ഈ മെറ്റീരിയലിന് യാതൊരു കുഴപ്പവും വരില്ല. നമ്മൾ അലക്കി പശ മുക്കി തേച്ച് നല്ല പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇതിന് ഞാൻ ഒരു വൈറ്റ് കളറ് ഷാളാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഇത് ഇതിൻ്റെ ഇടയ്ക്ക് വൈറ്റ് കളർ വന്നിട്ടുണ്ട്. അടിയിൽ ജീൻസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വളരെ നല്ലൊരു മെറ്റീരിയലാണ്. അതിന് പറ്റിയ രീതിയിലുള്ള വളയും എന്താണ് വാച്ചും ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഷാള് ഷിമ്മറി ഷാളാണ്, വൈറ്റ് കളറ്. ഈ ഒരു മെറ്റീരിയലിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. ഇതെല്ലാവരും ഈ വേനൽക്കാലത്ത് നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കണം.